എനിക്ക് ഒത്തിരി പൈസ വെളിയിൽ നിന്ന് കിട്ടാനുണ്ട്. എൻ്റെ കയ്യിന്ന് ആരും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു തരുന്നില്ല. ഞാൻ നല്ല സാമ്പത്തിക പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇതിന് എന്തെങ്കിലും വാസ്തു കാരണങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫെങ്ഷുയിൽ വളരെ വ്യക്തമായിട്ട് ഇതിന് കാരണവും പരിഹാരവുമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീടിൻ്റെ കണക്കെടുത്തിട്ട് അതിൻ്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എന്ന് പറഞ്ഞിട്ട് 2 നമ്പറുകൾ വീടിൻ്റെ ഓരോ ദിക്കിലും വരും. ഈ നക്ഷത്രങ്ങൾ വീടിൻ്റെ സ്വഭാവം നിർണ്ണയിക്കും. ഇതിൽ ഏറ്റവും മോശമായിട്ടുള്ള സ്റ്റാറുകളിൽ ഒന്നെന്ന് പറയുന്നത് 7 ആണ്. 7 എന്ന് പറയുന്നത് ഒരു പറ്റിപ്പിൻ്റെയും കടബാധ്യതയുടെയും റോബറിയുടെയും നക്ഷത്രമായിട്ടാണ് 7നെ ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. ഇത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കാലഘട്ടം എന്ന് പറയുന്നത് 1984 മുതൽ 2004 വരെ ഈ 7 ഭയങ്കര പ്രോസ്പെരിറ്റിയിൽ നിന്നിട്ടുള്ള സ്റ്റാർ ആയിരുന്നു. കാരണം അത് അതിൻ്റെ പീരീഡ് ആയിരുന്നു. ആ പീരീഡ് വിട്ടപ്പോൾ അത് നേരെ റിവേഴ്സായി അതിൻ്റെ യഥാർത്ഥ സ്വരൂപം പുറത്തു വരാൻ തുടങ്ങി. അതിൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? പറ്റിപ്പും കടബാധ്യതയും. അതാണ് യഥാർത്ഥ സ്വരൂപം. അപ്പം ഇത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു വീടിനെ എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, എല്ലാ വീട്ടിലും ഒരു വാട്ടർ സ്റ്റാർ 7ഉം ഉണ്ട്, ഒരു മൗണ്ടൻ സ്റ്റാർ 7ഉം ഉണ്ട്. അപ്പോൾ ഈ മൗണ്ടൻ സ്റ്റാർ 7ലാണ് നിങ്ങൾ കിടന്ന് ഉറങ്ങുന്നതെങ്കിൽ, അത് ഓരോ വീടിന്റെയും ഫ്ലൈങ് സ്റ്റാറിൽ വ്യത്യസ്തമുണ്ടായിരിക്കും, പക്ഷെ എന്തായാലും 7 കാണും. മൗണ്ടൻ സ്റ്റാർ 7ൽ കിടന്നുറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്ന് ആര് പൈസ വാങ്ങിച്ചാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തില്ല. ഇപ്പൊ തരാമെന്നും പറഞ്ഞൊക്കെ വാങ്ങിച്ചോണ്ട് പോകും, പക്ഷെ പൈസ സമയത്ത് കിട്ടത്തില്ല. അതേ സെയിം അവസ്ഥ ഉണ്ടാവും നിങ്ങളുടെ എൻട്രൻസിൽ വാട്ടർ സ്റ്റാർ 7 നിന്നാലും ഇതേ സെയിം പ്രോബ്ലം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. അപ്പം എൻട്രൻസിലോ ബെഡ്റൂമിലോ 7 എന്ന് പറഞ്ഞൊരു സ്റ്റാർ വന്നു കഴിഞ്ഞാൽ പറ്റിപ്പും കടബാധ്യതയും പൈസ കൊടുത്താൽ തിരികെ കിട്ടാത്തൊരവസ്ഥയും ഉണ്ടാവും. ഇത് ഓരോ വീടിന്റെയും ഫ്ലൈങ് സ്റ്റാർ ആണ്. ചിലത് പറയും കഴിഞ്ഞ വർഷം എന്നൊരാൾ പറ്റിച്ചോണ്ട് പോയി, ഭയങ്കര പറ്റിപ്പായി പോയി എന്നൊക്കെ പറയും. അപ്പൊ ആ ഒരു വർഷത്തിലാണ് അവർക്കത് സംഭവിച്ചത്. അത് എന്തുകൊണ്ട് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ എഴുതിയിരിക്കുന്ന നമ്പറുകൾ ഫ്ലൈങ് സ്റ്റാർ നമ്പറാണ്. അത് വീട് വെച്ചപ്പോൾ വന്നതാണ്. ഇത് ഒരിക്കലും മാറൂല. പക്ഷെ ഇതിനോടൊപ്പം വർഷാവർഷം ഒരു നമ്പർ വരുന്നുണ്ട്. അപ്പം 2026 സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഈ 7 വന്നിരിക്കുന്നത് തെക്കു പടിഞ്ഞാറാണ്. അപ്പൊ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഇപ്പൊ ഈ വീടിനെ സംബന്ധിച്ചിടത്തോളം എന്തായി? 2 7 പറ്റിപ്പ് വളരെയധികം കൂടും. അതേസമയം ഈ 7 ഇല്ലാത്തൊരു വീട്ടിലാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഫ്ലൈങ് സ്റ്റാറിൽ 7 9 ഇല്ലാത്തൊരു വീട്ടിലാണെങ്കിൽ പോലും ഈ വർഷം കന്നിമൂലയിൽ വന്നിട്ടുണ്ട്. അപ്പൊ കന്നിമൂലയിൽ 7 വന്നിരിക്കുന്നത് കൊണ്ട് തെക്കു പടിഞ്ഞാറ് ഭാഗത്താണ് ഇന്ന് കേരളത്തിൽ ബഹുഭൂരിപക്ഷം വീടുകൾക്കും ബെഡ്റൂം വന്നിരിക്കുന്നത്. അപ്പൊ ആ ബെഡ്റൂമിൽ കിടക്കുന്ന വ്യക്തികൾ ഈ വർഷം കടം കൊടുത്താൽ തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് ആവാനുള്ള സാധ്യത ഫെങ്ഷു പ്രകാരം ഉണ്ട്. ഇനി കൊടുത്ത പൈസ തിരികെ കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2 റെമഡികളാണ് ഫെങ്ഷുവിൽ പറയുന്നത്. ഒന്ന്, വീടിന്റെ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് 4 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ബ്ലൂ കളർ മാറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ അവിടെ ബ്ലൂ റൈനോ എലിഫന്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാച്ചു വയ്ക്കാം. അതായത് ഒരു നീല കളറിലുള്ള ആനയും കാണ്ടാമൃഗവും കൂടിയിട്ടുള്ള ഒരു സ്റ്റാച്ചു വാങ്ങിച്ചിട്ട് പുറത്തോട്ട് നോക്കി സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വെക്കാം. ഈ 2 റെമഡികൾ വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള 2 റെമഡികളാണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളെ സംരക്ഷിക്കുന്നു. നോർത്തിൽ ഒരു ടോർട്ടോയിസ് വയ്ക്കാം, ഈസ്റ്റിൽ ഗ്രീൻ ഡ്രാഗൺ, സൗത്തിൽ ഫീനിക്സ് ബേർഡ്, വെസ്റ്റിൽ വൈറ്റ് ടൈഗർ. അങ്ങനെ 4 ദിക്കുകൾ 4 സ്വർഗീയ മൃഗങ്ങളെ സംരക്ഷിക്കപ്പെടുന്നു. വീട്ടിലേക്ക് വരുന്ന നെഗറ്റീവ് എനർജികളിൽ നിന്നും വീടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ബാക്കോ മിറർ പ്രധാന വാതിലിന്റെ മുകളിൽ വെളിയിൽ ഹാങ് ചെയ്യാം. അതിന്റെ ലെഫ്റ്റും റൈറ്റുമായിട്ട് 2 ഫൂഡോക് സിമ്പിൾസ് വെക്കാം. ഇത്തരത്തിലുള്ള 2 ഫ്യൂഡോക് സിമ്പിൾസ് വെച്ചിട്ട് അതിന്റെ ലെഫ്റ്റും റൈറ്റും വെക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ഫെങ്ഷു സിമ്പിളുകളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.